ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ 2 ദിവസമായിട്ട് വീഡിയോ ഇടാഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ മറന്നോ? എല്ലാവരും എന്നെ ഒന്ന് ഓർത്തായിരുന്നോ? അതെ, ഞാൻ വീഡിയോ ഇടാഞ്ഞത് ഒരു ദിവസം എനിക്ക് കണ്ണിന് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട്, കണ്ണിന് ഇച്ചിരി വേദനയൊക്കെ ആയിട്ട് ഞാൻ ഒരു ദിവസം വീഡിയോ ഇടാഞ്ഞത്. പിന്നെ ഇന്നലെ ഞാനും മോനും കൂടെ ഒരു പാട്ടൊക്കെ പാടി നല്ല അടിപൊളിയായിട്ടൊരു വീഡിയോ ഒക്കെ എടുത്തായിരുന്നേ. പക്ഷേ അതുണ്ടല്ലോ, ഇട്ട് കഴിഞ്ഞ ഷോർട്സ് ആയിരുന്നു. അത് ഇട്ട് കഴിഞ്ഞപ്പോൾ അത് കോപ്പി റൈറ്റ് അടിച്ചു. എന്താണെന്ന് വെച്ചാൽ തുടരും സിനിമയിലെ പാട്ടായിരുന്നു. പക്ഷേ മ്യൂസിക്കോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. ഞാനും മോനും കൂടെ ഈ സ്ഥലത്ത് തന്നെ ഇരുന്ന് പാടിയൊരു വീഡിയോ ഇട്ടതാണ്. പക്ഷേ അതങ്ങോട്ട് ഇട്ടപ്പോഴത്തേനും അതങ്ങ് കോപ്പിറൈറ്റായി. പിന്നെ ഞാനതങ്ങ് ഡിലേറ്റ് ആക്കി കളഞ്ഞു. പിന്നെ രാത്രി വീഡിയോ ഇടാനൊന്നും എനിക്ക് കഴിയുകയില്ല. അത് കാരണം ഞാൻ ഇട്ടില്ല. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടെന്നാൽ രാവിലെ തന്നെ അങ്ങ് എടുത്ത് നിങ്ങൾക്കങ്ങ് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നെ 2 ദിവസം കാണാഞ്ഞിട്ട് ആരും ഒന്നും അന്വേഷിച്ചില്ലല്ലോ കേട്ടോ. അപ്പോഴേ ഞാൻ ഇന്ന് പറയാമെന്ന് വിചാരിച്ച ഒരു വിഷയം, ഒരുപക്ഷെ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമുഖീകരിക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. എന്നാലും ഞാനൊന്ന് പറഞ്ഞു തുടങ്ങാം. അപ്പം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കമൻറ്റിലൂടെ അതൊന്ന് അറിയിക്കണേ. അത് വേറൊന്നുമല്ല, നമുക്കിപ്പോൾ സമൂഹത്തിൽ നമ്മളെല്ലാവരും ഇവിടെ ജീവിക്കുന്ന സമയത്തെ നമുക്ക് ചുറ്റിനുമുള്ള ആൾക്കാർ നമ്മളെ ഒരുമാതിരി നമ്മളോട് കാണിക്കുന്ന ഓരോ രീതികൾ, അതായത് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 2 മക്കൾ. ഞങ്ങൾ ഫാമിലിയായിട്ട് നേരത്തെ ബഹറിലായിരുന്നു. ഞാനൊരു 7-8 വർഷം അവിടെ നിന്നതാണ്. അപ്പം ആ സമയത്ത് മൂത്ത മോനെ എൻജിനീയറിംഗ് ഒക്കെ പഠിപ്പിച്ചു. എനിക്ക് ജോലിയൊന്നുമില്ലായിരുന്നു, ഞാൻ വെറുതെ വീട്ടിലിരിക്കുമായിരുന്നു. ഇളയ മോനെ അവിടെ ഇന്ത്യൻ സ്കൂളിലാണ് പഠിപ്പിച്ചതും ഒക്കെ 10ാം ക്ലാസ് വരെ. പിന്നെ 10 പകുതിയായപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നാട്ടിൽ കൊണ്ട് ചേർക്കുമായിരുന്നു. പുള്ളിക്കാരൻ നാട്ടിലോട്ട് പോന്നു കഴിഞ്ഞപ്പം. പക്ഷേ നമ്മളിപ്പം ആ സമയത്ത് എനിക്ക് ജോലിയില്ലാതെ ഒരാളുടെ വരുമാനത്തിലായിരുന്നു നമ്മൾ കാര്യങ്ങളെല്ലാം നടത്തിയത്. നമുക്കാന്ന് ഈ പറയുന്ന ആരുടെയും ഒരു സഹായമോ അല്ലെ എൻ്റെ ഫാമിലിയിൽ നിന്നോ പുള്ളിക്കാരൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ നിന്നോ ആരുടെയും ഒരു സഹായം ഇല്ലാതായിരുന്നു പുള്ളിക്കാരൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തതും, വീട് വെച്ചതും, വീട്ടിൽ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതും, ഞാൻ ഉദ്ദേശിച്ചത് ഫർണിച്ചറുകളായിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അങ്ങനെ പുള്ളി വേറെ ദുസ്വഭാവമൊന്നും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് കഷ്ടപ്പെട്ട് എല്ലാ കാര്യങ്ങളും ആക്കി വെച്ചു. പുള്ളിയുടെ ആഗ്രഹത്തിനൊരു ചെറിയൊരു വണ്ടി ഞങ്ങൾ വാങ്ങിച്ചു. വണ്ടി എന്ന് പറയാൻ അങ്ങനെ അത്ര വലുതൊന്നുമല്ല, ഒരു മാരുതിയുടെ ആൾട്ടോ കേട്ടൻ്റെ ഒരു വണ്ടി ഞങ്ങൾ വാങ്ങിച്ചു. ഒരു വീടും വെച്ചു. അപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ ഞാനീ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചുറ്റിനും താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്തോ ഒരു ഭയങ്കര ഒരു അസൂയ പോലെ നമ്മുടെ അടുത്ത്. കാരണം അവർക്ക് എന്തൊക്കെയോ അങ്ങ് പണമുണ്ട്, അവർക്ക് ഭയങ്കര പണമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മളോട് ഒരുമാതിരി രീതി. അത് നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ, എല്ലാവരും ആ ഒരു എന്നാൽ ഈ പറയുന്ന ബന്ധുക്കാർക്കും വീട്ടുകാർക്കും അയൽവാസികൾക്കും ഒക്കെ നമ്മളെ കൊണ്ടാവുന്ന പോലെ. ഇപ്പം ഞാനാണെങ്കിൽ ചിന്തിക്കുന്നത്, എൻ്റെ തൊട്ട് അയൽവാസി നന്നായി കിടന്നാൽ അത് എനിക്കൂടെ ഒരു സഹായമല്ലേ, അല്ലെ അവർ നന്നായി കിടക്കട്ടെ എന്നേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. നമ്മൾ ഈ ഈശ്വരനെ വിളിക്കുന്നവരൊക്കെ അങ്ങനെയല്ലേ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മുടെ ബന്ധുക്കാരോ അല്ലെങ്കിൽ ഈ അയൽവക്കക്കാരോ ഒക്കെ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, നമ്മുടെ കയ്യിൽ ധാരാളം പണമുണ്ട്, ആ പണം ഇങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയാണെന്നാണ് ചിന്തിക്കുന്നത്. ഇത് വരും പോകും എന്ന് കരുതി നമ്മൾ ആരുടെ അടുത്ത് ഒന്നിനും ഒരു സഹായം ചോദിക്കാൻ ചെല്ലുന്നില്ല. ഇപ്പം ഞാനാണെങ്കിൽ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ വെറുതെ ഇരിക്കത്തില്ല. എനിക്ക് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടവുമല്ല. ഞാൻ എങ്ങനെയാ വെച്ചാൽ, ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എനിക്കൊരു പഴയ തയ്യൽ മെഷീൻ ഉണ്ടായിരുന്നു, ഒരു ടേബിൾ ടോപ്പിൻ്റെ. അത് ഇച്ചിരി കേടായിരുന്നത് ഞങ്ങൾ കൊണ്ടുപോയി സർവീസ് ചെയ്ത് അത് ശരിയാക്കി. അതിനകത്ത് എനിക്ക് അന്നേരം ആൾക്കാർ അറിഞ്ഞറിഞ്ഞ് വന്നപ്പോഴത്തേന് എനിക്ക് തയ്യൽ കിട്ടി, ഞാൻ തയ്ക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഞാനത് തയ്ക്കുന്നുണ്ട്, എനിക്ക് നല്ല തയ്യലും വരുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് തയ്ക്കുന്ന കാണുമ്പോഴത്തേന് ഇവരൊക്കെ പറയുന്നത് എന്താണെന്നറിയാവോ, അവർക്ക് ബാങ്കിൽ ഇഷ്ടംപോലെ കിടപ്പുണ്ട്, എന്നിട്ട് നമ്മൾ തയ്ച്ചും കൂടെ പണം ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ എങ്ങനെ നിർത്തണമെന്ന്, എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നമ്മളെ ഈ കുറ്റം പറയുന്ന ആൾക്കാർ തന്നെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് 500 താ, 1000 താ, പിന്നെ 100 താ, 150 താന്നും പറഞ്ഞുകൊണ്ട് കടം ചോദിക്കും. നമ്മൾ കടം കൊടുക്കും. എത്രയോ പേർക്ക് കൊടുത്തിട്ട് നമ്മളിപ്പോഴും മേടിക്കാതെ പോട്ടെ, അവർ ബുദ്ധിമുട്ട് കാരണം അല്ലെ അരി മേടിക്കാനൊക്കെ വന്ന് ചോദിക്കുന്നതല്ലേ, പോട്ടെ അല്ലെങ്കിൽ വേണ്ട എന്ന് കരുതി നമ്മൾ തിരിച്ച് മേടിക്കത്തില്ല. അപ്പോഴേ അതിനിടയ്ക്ക് എൻ്റെ കൊച്ചുമോൻ്റെ കൂട്ടുകാരൻ, ഞങ്ങളുടെ ഒരു മോനുണ്ട്, അവനും ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ ഇവിടെ.
ഞാൻ പറയുന്നത് കേട്ടോണ്ട് അവനും കയറി ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ പറഞ്ഞ ശരിയല്ലേ കുഞ്ഞെ? നമ്മൾ ആരുടെ അടുത്ത് ഒന്നിനും പോകാറില്ല. പക്ഷേ ആൾക്കാരെല്ലാം എങ്ങനെയാ വെച്ചാൽ നമ്മുടെ അടുത്ത് ആവശ്യത്തിന് എല്ലാവരും വരും. അത് വേണം ഇത് വേണം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു സാധനം, ഇപ്പോൾ വണ്ടിയാണെങ്കിലും അങ്ങോട്ടൊന്ന് അങ്ങോട്ടൊന്ന് കൊണ്ടുപോകാൻ തരാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇവർ പറയുന്നത് എന്താണെന്ന് അറിയോ? അയ്യോ ഇത്രയും ഉണ്ടാക്കിയതൊന്നും പോരാഞ്ഞിട്ട് നമ്മൾ തയ്ച്ചു പിന്നെ ആ പകലിരുന്ന് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഈ വെറുതെ ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല. നമുക്കിപ്പം വേറെ ആളുടെ മുമ്പിലും ചെന്ന് കൈ നീട്ടേണ്ട ആവശ്യമില്ല. നമുക്കൊരു തൊഴിൽ അറിയാമെന്നുണ്ടെങ്കിൽ ആ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിന് എനിക്ക് അഭിമാനമേ ഉള്ളൂ. എനിക്കത് ചെയ്യുന്നത് എനിക്കിഷ്ടവുമാണ്. ഞാനത് ചെയ്യുകയും ചെയ്യും. എനിക്ക് ആവുള്ളിടത്തോളം കാലം. എനിക്കിപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിച്ച ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടീച്ചറായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് പേഴ്സണലി പറയാനാണെങ്കിൽ എനിക്ക് ഒരു സ്ഥാപനത്തിൽ പോയിരുന്ന് രാവിലെ ഒരുങ്ങിപ്പോയി വൈകുന്നവരെ അവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നത് എനിക്കിഷ്ടമില്ല. കാരണം ചില സമയത്ത് നമ്മുടെ മൂഡ് മാറും. അന്നേരം നമുക്ക് ഇന്ന് പോവണ്ട. പക്ഷെ അത് ഒരിടത്ത് നമ്മൾ ചെന്ന് അവരുടെ ഒരു കാര്യത്തിൽ നമ്മൾ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്തിട്ട് നമുക്ക് പിന്നെ അയ്യോ ഇന്ന് എനിക്ക് കഴിയുകയില്ല, നാളെ എന്നാൽ പോകാം, അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമില്ല. അപ്പം ഞാൻ വിചാരിച്ച് എനിക്ക് കംഫർട്ടായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലിരുന്ന് ഇങ്ങനെ ഒരു തൊഴിൽ ചെയ്യുക. അതിനകത്ത് എനിക്കിപ്പോൾ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, കണക്ക് ബോധിപ്പിക്കേണ്ട. എനിക്ക് പറ്റുന്ന പോലെ ഞാനാണെങ്കിൽ തയ്യലൊന്നും പഠിച്ചതേ അല്ല. പക്ഷേ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈശ്വരൻ തന്ന ഒരു ബുദ്ധിയോ ഒരു കഴിവോ അല്ലെങ്കിൽ ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസും ഒക്കെ വെച്ച് ഞാനങ്ങ് ചെയ്യുന്നതാണ്. അത് ഈ പറഞ്ഞ പോലെ അതിന് ആരും അസൂയപ്പെട്ടിട്ടോ കണ്ണ് കടിച്ചിട്ടോ ഒന്നും കാര്യമില്ല. എല്ലാവർക്കും ഓരോരോ കഴിവുണ്ട്. ഓരോരുത്തരുടെ ഉള്ളിലും ഇല്ലേ കുഞ്ഞെ? ഓരോരുത്തരുടെ ഉള്ളിലും ഓരോ കഴിവുണ്ട്. ആ കഴിവ് എന്തുവാന്ന് കണ്ടെത്തി. ഞാൻ പറയുന്ന ഒരു വീട്ടമ്മമാരും വീട്ടിൽ വെറുതെ ഇരിക്കരുത്. നമ്മൾ വിചാരിച്ചാൽ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ വീട്ടിലെ എല്ലാ ജോലി ഒതുക്കിയതിന് ശേഷം നമ്മൾ വിചാരിച്ചാൽ നമുക്കൊരു 10 രൂപ ഉണ്ടാക്കാനുള്ള മാർഗ്ഗം നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. ഓരോരുത്തർ ഇതാണ്ട് ഇപ്പം ഈ ചിരട്ടയൊക്കെ ആണെങ്കിൽ ഇപ്പം ഭയങ്കര വില കൊടുത്ത് ഓരോരുത്തരിപ്പം പണ്ടൊക്കെ ചിരട്ടയൊന്നും ആർക്കും വേണ്ടായിരുന്നു. വെറുതെ വാരിയിട്ട് തീ കത്തിച്ച് കളയുമായിരുന്നു ചിരട്ടയൊക്കെ. ഞാൻ തന്നെ എന്തോരം ചിരട്ട ഓരോ മനുഷ്യർക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടെന്നറിയാവോ? കൊണ്ടുപോകും. കാരണം നമ്മൾ ഈ അടുപ്പ് വലുതായിട്ട് കത്തിക്കാത്തത് കൊണ്ട് ചിരട്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പം ചിരട്ട തിരക്കി ആൾക്കാർ വരുന്നതിൻ്റെ കാര്യം എന്താ? അതുപോലെ ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള അതായത് കരകൗശലമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. അതായത് ഈ ചിരട്ട കൊണ്ടൊക്കെ ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചിരട്ടയ്ക്ക് ഇത്രയും നല്ല ഡിമാൻഡ് വന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ എനിക്കിപ്പോൾ ഈ തയ്യലുള്ളത് കൊണ്ട് എനിക്ക് വേറൊന്നും ചെയ്യാൻ എനിക്ക് സമയമില്ല. അതല്ലാതെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് വേറൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലെ ഈ ചിരട്ട തന്നെ നമ്മളൊന്ന് ചിരണ്ടി അതിൻ്റെ പുറത്തെ നാരൊക്കെ കളഞ്ഞ് ഒരു സാൻഡ് പേപ്പർ എന്ന് പറയുന്നൊരു സാധനം ഈ ഹാർഡ്വെയർ ഒക്കെ വിൽക്കുന്ന കടയിൽ മേടിക്കാൻ കിട്ടും. ആ സാൻഡ് പേപ്പർ ഇട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നിങ്ങളൊന്ന് വിറ്റ് നിങ്ങൾ ഈ റോ ആയിട്ടുള്ള ചിരട്ട കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ല വില കിട്ടും. സാൻഡ് പേപ്പർ ഇട്ട് നമ്മളൊന്ന് മിനുസി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഞാൻ പറയുന്നത് എല്ലാവർക്കും പറ്റും. ഇപ്പം അതുപോലെ തന്നെ നമ്മൾ വണ്ടിയിലൊക്കെ ഒന്ന് പോകുമ്പോഴേ റോഡിലൊക്കെ ഈ എണ്ണപ്പലഹാരം വെക്കുന്ന കടയുടെ മുന്നേ എന്തൊരാളാ. ഞാൻ അന്നേരം ചില സമയത്ത് ഞാൻ ഏട്ടനോട് ഞാൻ പറയും, അയ്യോ നമുക്കാന്ന് ഈ തയ്യൽ നിർത്തിയിട്ട് കുറച്ച് പലഹാരം ഉണ്ടാക്കിയതേ ആ റോഡിലോട്ട് ഒരു തട്ടും പലകയും കൊണ്ടിട്ടിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അത് നല്ല സൂപ്പറായിട്ട് ചിലവായി പോകും. കൂട്ടത്തിലൊരു ചായയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ആൾക്കാരും ഒറ്റ തവണ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആൾ തേടി വരും. അറിയാവോ? അത് ഞാൻ ചില സമയത്ത് ഞാൻ പറയാം. പിന്നെ നമ്മൾ വിചാരിക്കുക നമുക്ക് ഈ ഒരു കാര്യം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എനിക്ക് ഇങ്ങനൊരു മാർഗ്ഗം അല്ലെ ഇങ്ങനൊരു കഴിവ് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ അതിന് തക്കതായിട്ട് വേറെ എന്തെങ്കിലും ഞാൻ നോക്കിയേനെ. എന്നാലും ഞാൻ വെറുതെ ഇരിക്കത്തില്ല. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്നറിയാം? ഒരാളും ജോലി ചെയ്ത് ജീവിക്കുന്നതിനകത്ത് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ ഇത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ചുറ്റിനും നടക്കുന്ന ഓരോ കാര്യങ്ങൾ ഇതുപോലെ ആണോ നിങ്ങൾക്കും? ആണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇതേ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് കുറേ ദിവസമായിട്ട് എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോയ കാര്യങ്ങൾ ഞാനൊന്നങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇന്നലെയാണെങ്കിൽ ഞാനും മോനും കൂടെ നല്ലൊരു പാട്ടൊക്കെ പാടി ഒരു വീഡിയോ ഒക്കെ ഇട്ടതായിരുന്നു. ആ വീഡിയോ അങ്ങ് കോപ്പിറൈറ്റ് അടിച്ചത് കൊണ്ട് ഞാനങ്ങ് ഡിലേറ്റ് ആക്കി കളഞ്ഞു. ഇനി നോക്കട്ടെ, ആ പുതിയ സിനിമ ആയതുകൊണ്ടായിരിക്കാം അല്ലേ കുഞ്ഞെ?
പുതിയ സിനിമ പുതിയ സിനിമ ആയതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഇറങ്ങിയ പടമല്ലേ. എൻ്റെ മോനാന്നെ നന്നായിട്ട് അവൻ പാടുകയും ചെയ്തായിരുന്നു. പക്ഷേ അത് ഇടാൻ പറ്റാതായിപ്പോയി. അപ്പോഴേ പിന്നെ നോക്കട്ടെ, പറ്റുമെങ്കിൽ പതുക്കെ പതുക്കെ ഞങ്ങൾ ഓരോ പാട്ടുമൊക്കെ ആയിട്ട് വരാം. ഇതും ഒരു പാട്ടുകാരനാണ് കേട്ടോ, അവൻ്റെയും പാട്ട് ഞങ്ങൾ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുവാണേ, 10 മിനിറ്റായി. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ. ബൈ ബൈ.